ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 50 ക്വസ്റ്റ്യൻസ് ആണ്. ഇതിനു മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു LDC മെയിൻസ് ഡിഗ്രി പ്രിലിംസ് അതുപോലെ LGS മെയിൻസ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള പുതിയ പാറ്റേൺ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, പുതിയ പാറ്റേൺ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും ഇങ്ങനെ ആവാൻ സാധ്യതയില്ല. പക്ഷേ ഉണ്ടാകുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ചെയ്ത് പഠിക്കണം, ഏത് രീതിയിലാണെന്ന് അറിഞ്ഞിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെറ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനകത്ത് 50 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. മറക്കണ്ട, ഇത് PSC ബുള്ളറ്റിനിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ചുവടെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമെന്ന് കണ്ടെത്തുക. ചുവടെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് കണ്ടെത്താനുള്ളത്. ഒന്നാമത്തത്, സർദാർ സരോവർ ജലവൈദ്യുത പദ്ധതി നിലനിൽക്കുന്നത് നർമ്മദാ നദിയിലാണ്. സർദാർ സരോവർ പദ്ധതിക്കെതിരെയുള്ള പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് മേധാ പട്കർ ആണ്. കൻഹ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് നർമ്മദാ നദീ തീരത്താണ്. ഇന്ദിരാസാഗർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് നർമ്മദാ നദിയിലാണ്. അപ്പൊ നർമ്മദാ നദിയെ കുറിച്ചുള്ള 4 ഫാക്റ്റുകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 4 പ്രസ്താവനകളും എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. സോ ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. അഥവാ സർദാർ സരോവർ ജലവൈദ്യുത പദ്ധതി നർമ്മദാ നദിയിലാണ്. മേധാ പട്കർ ആണ് പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തത്. കൻഹ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് നർമ്മദാ നദീ തീരത്താണ്. ഇന്ദിരാസാഗർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് നർമ്മദാ നദിയിലാണ്. ചുവടെ പറയുന്ന വ്യവസായ സ്ഥാപനങ്ങൾ, അവയുടെ സ്ഥാനം എന്നിവ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. 1, ചിത്തരഞ്ജൻ ഡീസൽ ലോക്കോമോട്ടീവ് വർക്ക്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വാരണാസിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത്, ഹിന്ദുസ്ഥാൻ ഷിപ്പിംഗ് യാർഡ് ലിമിറ്റഡ് എവിടെ? വിശാഖപട്ടണത്താണ്. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് കർണാടകയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ലോക്കോമോട്ടീവ് വർക്ക്സ് സ്ഥിതി ചെയ്യുന്നത് ജംഷഡ്പൂരിലാണ്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഏത് ഓപ്ഷൻ വരും? ഓപ്ഷൻ ബി ആണ് വരുന്നത്. വൺസ് മോർ, ചിത്തരഞ്ജൻ വാരണാസി, ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് വിശാഖപട്ടണം, വിശ്വേശ്വരയ്യ കർണാടക, ടാറ്റ എഞ്ചിനീയറിംഗ് ആൻഡ് ലോക്കോമോട്ടീവ് വർക്ക്സ് ജംഷഡ്പൂര്. നെക്സ്റ്റ്, കേരളത്തിലെ ഏത് വിമാനത്താവളത്താണ് എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിലല്ലാത്തത്? എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിലല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, നെടുമ്പാശ്ശേരി. കൊച്ചി നെടുമ്പാശ്ശേരിയാണ്. നമുക്കറിയാം, സ്വകാര്യ വിമാനത്താവളമാണ് നെടുമ്പാശ്ശേരി. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന ജില്ല ഏത്? ഏത് ജില്ലയിലൂടെയാണ് ഏറ്റവും കൂടുതൽ നാഷണൽ ഹൈവേസ്? ഓപ്ഷൻ എ, എറണാകുളം. ചുവടെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? നോക്കാം. ഫസ്റ്റ്, ശരിയായത് ഏതെല്ലാം എന്നാണ് ക്വസ്റ്റ്യൻ. കേരള അർബൻ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നിലവിൽ വന്നത് 2014 നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ്? ജവഹർലാൽ നെഹ്റു നാഷണൽ അർബൻ റിന്യൂവൽ മിഷന്റെ ഭാഗമായി നിലവിൽ വന്ന ബസ് സർവീസാണ് KURTC. KURTCയുടെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. അപ്പോൾ തന്നിരിക്കുന്നതിൽ ഏതാണ് ശരിയായതെന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അതായത് ഏത് തെറ്റാണ്? KURTCയുടെ ആസ്ഥാനം തിരുവനന്തപുരമാണെന്നുള്ളത് തെറ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായത് ഏതെല്ലാമെന്ന് കണ്ടെത്തുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ആധുനിക കൊച്ചി തുറമുഖത്തിന്റെ ശില്പി റോബർട്ട് ബ്രിസ്റ്റോയാണ്. ദിവാൻ RK ഷൺമുഖം ചെട്ടിയാണ് കൊച്ചിയെ അറബിക്കടലിന്റെ റാണി എന്ന് വിശേഷിപ്പിച്ചത്. ദെൻ എന്താണ്? 1964 രൂപീകൃതമായ കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിന്റെ ആദ്യ ചെയർമാൻ PR സുബ്രഹ്മണ്യനാണ്. കൊച്ചി ഒരു പ്രകൃതിദത്ത തുറമുഖമാണ്. അപ്പൊ തന്നിരിക്കുന്ന എല്ലാ ഓപ്ഷൻസും എന്താണ്? ശരിയായിട്ടുള്ള ഓപ്ഷൻ ആണ്. സോ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. എല്ലാ ഗ്രാമങ്ങളിലും പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായ
ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? എല്ലാ ഗ്രാമങ്ങളിലും പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഓപ്ഷൻ ബി ആണ്, ഗോവയാണ്. BSNL നിലവിൽ വന്ന വർഷം. BSNL നിലവിൽ വന്ന വർഷം ഓപ്ഷൻ സി 2000 ഒക്ടോബർ 1 BSNL നിലവിൽ വന്നത്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയത് 86-ാം ഭേദഗതിയിലൂടെയാണ്. ഇത് എത്രാമത്തെ ഭേദഗതി ബില്ലാണ്? എത്രാമത്തെ ഭേദഗതി ബില്ലാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, 93-ാം ഭേദഗതി ബില്ലാണ്. 93-ാം ഭേദഗതി ബില്ല്. ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം എന്നത് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ എത്രാമത്തെ വകുപ്പാണ്? എത്രാമത്തെ വകുപ്പാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, 32-ാമത്തെ വകുപ്പാണ്. ഇന്ത്യയുടെ മഹത്തായ സാംസ്കാരിക പൈതൃകത്തെ ബഹുമാനിക്കുക എന്നത്. ഇന്ത്യയുടെ മഹത്തായ സാംസ്കാരിക പൈതൃകത്തെ ബഹുമാനിക്കുക എന്നത് എന്താണ്? ഓപ്ഷൻ ഡി ആണ്, നമ്മുടെ മൗലിക കടമയാണ്. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമനയുടെ ഇംഗ്ലീഷ് പരിഭാഷ അറിയപ്പെടുന്നത്. ഇംഗ്ലീഷ് പരിഭാഷ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ദി മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത്. ദി മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ. ഇന്ത്യൻ ദേശീയ പതാകയിലെ നിറങ്ങൾ മുകളിൽ നിന്നും താഴോട്ട് ക്രമമായി എഴുതിയാൽ ശരിയായത് ഏതാണ്? മുകളിൽ നിന്നും താഴോട്ടാണ് ക്വസ്റ്റ്യൻ. സോ ആൻസർ ഓപ്ഷൻ ബി ആണ്, കുങ്കുമം, വെള്ള, പച്ച. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ ദേശീയ കലണ്ടറായ ശകവർഷം ഔദ്യോഗികമായി അംഗീകരിച്ച വർഷം ഏതാണ്? ഇന്ത്യയുടെ ദേശീയ കലണ്ടറായ ശകവർഷം ഔദ്യോഗികമായി അംഗീകരിച്ച വർഷം ഏത്? ഓപ്ഷൻ എ 1957 മാർച്ച് 22-നാണ്. ചുവടെ പറയുന്ന ദേശീയ കലണ്ടറുകളുടെ ആരംഭത്തെ സംബന്ധിച്ച് ശരിയായത് ഏതെല്ലാമാണ് ശരിയായിട്ടുള്ളത്? നമുക്ക് നോക്കാം. ശകവർഷം AD 78, കൊല്ലവർഷം AD 825, ഹിജ്റ വർഷം AD 622, ദെൻ ഗ്രിഗോറിയൻ കലണ്ടർ AD 1600. തന്നിട്ടുള്ളതിൽ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. 1, 2, 3 എന്നിവ ശരിയായിട്ടുള്ളതാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല. ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല ഏതാണ്? ഓപ്ഷൻ സി മലപ്പുറം ആണ്. 2011 സെൻസസ് പ്രകാരം കേരളത്തിലെ സ്ത്രീ പുരുഷ അനുപാതം എത്രയാണ്? ഓപ്ഷൻ എ ആണ്, 1084 സ്ത്രീകൾക്ക് 1000 പുരുഷന്മാരാണ്. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും ചെറുത് ഏതാണ്? കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും ചെറുത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, പാമ്പാർ ആണ്. പാമ്പാറ്. ചുവടെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1. തണ്ണീർമുക്കം ബണ്ട്, തോട്ടപ്പള്ളി സ്പിൽവേ എന്നിവ നിർമ്മിച്ചിരിക്കുന്നത് വേമ്പനാട് കായലിലാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദെൻ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് പുന്നമട കായൽ എന്നറിയപ്പെടുന്ന വേമ്പനാട്ട് കായലിലാണ്. ദെൻ അടുത്തത് പ്രസിഡന്റ് ട്രോഫി ജലോത്സവം നടക്കുന്നത് അഷ്ടമുടിക്കായലിലാണ്. ദെൻ അടുത്തത് 1988 പെരുമൺ തീവണ്ടി അപകടം നടന്നത് അഷ്ടമുടിക്കായലിലാണ്. അപ്പൊ തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. ചുവടെ പറയുന്ന വ്യവസായ സ്ഥാപനങ്ങൾ കേരളത്തിൽ അവയുടെ ആസ്ഥാനം എന്നിവ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. ഫസ്റ്റ് ഹാൻടെക്സ്. ഹാൻടെക്സ് എവിടെയാണ്? തിരുവനന്തപുരം. അടുത്തത് കയർഫെഡ് ആലപ്പുഴ. ഹാൻവീവ് കണ്ണൂര്. ഇന്ത്യൻ റെയർ എർത്ത്സ് എവിടെയാണ്? ആലുവയിലാണ്. സോ ഇവിടെ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ചുവടെ പറയുന്ന നേത്രരോഗങ്ങൾ, അവയുടെ കാരണങ്ങൾ എന്നിവയിൽ ശരിയല്ലാത്തത് ഏതാണ്? ചുവടെ പറയുന്ന നേത്രരോഗങ്ങൾ, അവയുടെ കാരണങ്ങൾ ഇവയിൽ ശരിയല്ലാത്തത്. ഫസ്റ്റ് ദീർഘദൃഷ്ടി, നേത്രഗോളത്തിന്റെ നീളം കൂടുന്നത്. സീറോഫ്താൽമിയ, ജീവകമേയുടെ അപര്യാപ്തത. തിമിരം, പ്രായം കൂടുമ്പോൾ കണ്ണിന്റെ ലെൻസിന്റെ സുതാര്യത നഷ്ടമാകുന്നത്. വിഷമദൃഷ്ടി, നേത്ര ലെൻസിന്റെ വക്രത മൂലം വസ്തുവിന്റെ ശരിയായ പ്രതിബിംബം രൂപപ്പെടാത്തത്.
അപ്പൊ തന്നിരിക്കുന്നതിൽ ദീർഘദൃഷ്ടിയാണ് തെറ്റായിട്ടുള്ളത് അല്ലെ. കാരണങ്ങൾ എന്താണ്? അതല്ല ദീർഘദൃഷ്ടി. എന്താണ്? ദൂരെയുള്ള സ്ഥലം നമുക്ക് കാണാൻ പറ്റാത്തതാണ് ദീർഘദൃഷ്ടി എന്ന് പറയുന്നത്. പെല്ലഗ്ര എന്ന രോഗത്തിന് കാരണമാകുന്നത് ഏത് ജീവകത്തിന്റെ അപര്യാപ്തതയാണ്? ഏത് ജീവകത്തിന്റെ അപര്യാപ്തതയാണ്? ഓപ്ഷൻ എ ജീവകം B3 ആണ്. B3 കാരണം, ജീവകം B3യുടെ അപര്യാപ്തത കാരണമാണ് പെല്ലഗ്ര ഉണ്ടാകുന്നത്. മനുഷ്യരിൽ പക്ഷിപ്പനിക്ക് കാരണമാകുന്ന വൈറസ് ഏത്? ഓക്കെ, പക്ഷിപ്പനിക്ക് കാരണമാകുന്ന വൈറസ് ഏത്? ഓപ്ഷൻ ബി ആണ് H5N1 ആണ്. H5N1. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതി ഏത്? ഓപ്ഷൻ എ ആണ് ആരോഗ്യ കിരണമാണ്. ചുവടെ പറയുന്ന കൃഷിയിനങ്ങൾ അവയ്ക്ക് അനുയോജ്യമായ മണ്ണിനം എന്നിവ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. ഫസ്റ്റ്, നെൽകൃഷി. നെൽകൃഷി ഏതാണ്? എക്കൽ മണ്ണ്. പരുത്തി കൃഷി കറുത്ത മണ്ണ്. റബ്ബർ കൃഷി ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണ്. തേയില കൃഷി ഏത്? തേയില കൃഷിക്ക് പർവ്വത മണ്ണ്. അപ്പൊ തന്നിരിക്കുന്നതിൽ ഏതാണ് റൈറ്റ് ആൻസർ? ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ചുവടെ പറയുന്നവയിൽ ഏതെല്ലാമാണ് കേരളത്തിലെ പ്രധാന നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ? ഓക്കെ, ഏതൊക്കെയാണ് നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ? ഓപ്ഷൻ സി ആണ് വരുന്നത് 2ഉം 4ഉം, അഥവാ മങ്കൊമ്പ്, പട്ടാമ്പി എന്നിവയാണ് പ്രധാന നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ. കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത്? കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ എ കോട്ടയമാണ്. ചുവടെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? വനവിഭവങ്ങൾ സമാഹരിച്ച് വിപണനം ചെയ്യുന്നതിനുള്ള സംരംഭമാണ് വനശ്രീ എന്ന പേരിൽ അറിയപ്പെടുന്നത്. കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനമാണ് കോന്നി. കേരള വനവത്കരണ പദ്ധതി ആരംഭിച്ചത് 1998-ലാണ്. ചിമ്മിനി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ജില്ലയിലാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. തന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ശരിയായിട്ടുള്ളതാണ്. ഇന്ത്യയിൽ ജലമലിനീകരണ നിയന്ത്രണ നിയമം പാസാക്കിയ വർഷം ഏത്? ജലമലിനീകരണ നിയന്ത്രണ നിയമം പാസാക്കിയ വർഷം ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത് 1974-ലാണ്. കേരളത്തിൽ ആദ്യമായി നേച്ചർ ക്ലബ്ബ് സ്ഥാപിച്ചത് ആരാണ്? നേച്ചർ ക്ലബ്ബ് കേരളത്തിൽ ആദ്യമായി സ്ഥാപിച്ചത് പ്രൊഫസർ ജോൺ സി ജേക്കബ് ആണ്. പ്രൊഫസർ ജോൺ സി ജേക്കബ്. ചുവടെ പറയുന്നവയിൽ ഐസോബാറുകളുടെ ശരിയായ നിർവചനം ഏത്? ഐസോബാറുകളുടെ ശരിയായ നിർവചനമാണ് ക്വസ്റ്റ്യൻ. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ്. ഒരേ മാസ് നമ്പരും വ്യത്യസ്ത അറ്റോമിക നമ്പരുമുള്ള വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങളെയാണ് ഐസോബാറുകൾ എന്ന് വിളിക്കുന്നത്. തിരിച്ച് ഒരേ അറ്റോമിക നമ്പരും വ്യത്യസ്ത മാസ് നമ്പരും ആണെങ്കിൽ ഐസോമറുകൾ എന്നാണ് വിളിക്കുന്നത്. ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? ഒന്നാമത്തത്, ഡിമിട്രി മെൻഡലിയേവ് ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. ദെൻ ആവർത്തന പട്ടികയിലെ പീരിയഡുകളുടെ എണ്ണം 7ഉം ഗ്രൂപ്പുകളുടെ എണ്ണം 18 ആകുന്നു. ഏറ്റവും താഴ്ന്ന ദ്രവണാങ്കവും തിളനിലയുമുള്ള മൂലകമാണ് ഹീലിയം. മൂലകങ്ങൾക്ക് അവയുടെ പേരിന്റെ അടിസ്ഥാനത്തിൽ പ്രതീകങ്ങൾ നൽകുന്ന സമ്പ്രദായം ആവിഷ്കരിച്ചത് ബെർസേലിയസ് എന്ന ശാസ്ത്രജ്ഞനാണ്. അപ്പൊ തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. സോ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. ചുവടെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജൻ. ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം ഹൈഡ്രജൻ. ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവയ്ക്ക് പേര് നൽകിയത് ലാവോസി എന്ന ശാസ്ത്രജ്ഞനാണ്. ഹൈഡ്രജൻ ആറ്റത്തിന് 2 ഇലക്ട്രോണുകളുണ്ട്. തന്നിട്ടുള്ളതിൽ തെറ്റായിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഹൈഡ്രജൻ ആറ്റത്തിന് 1 ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ. ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതെന്ന് കണ്ടെത്തുക. വാഷിംഗ് സോപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന രാസസംയുക്തമാണ് സോഡിയം ഹൈഡ്രോക്സൈഡ്. ടേബിൾ ഷുഗർ എന്നറിയപ്പെടുന്നത് സുക്രോസ് ആണ്. ബയോഗ്യാസിലെ പ്രധാന ഘടകമാണ് മീഥേൻ. അലക്കുകാരത്തിന്റെ രാസനാമം സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. ഏതാണ് തന്നിട്ടുള്ളതിൽ തെറ്റായിട്ടുള്ളത്? ഓപ്ഷൻ ഡി ആണ്. സോഡിയം ബൈകാർബണേറ്റ് ആണ് അലക്കുകാരത്തിന്റെ രാസനാമം. അപ്പൊ തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ്. ദ്രവ്യത്തിന്റെ 5ാമത്തെ അവസ്ഥ അറിയപ്പെടുന്നത്? 5ാമത്തെ അവസ്ഥ ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഓപ്ഷൻ സി ആണ്. ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആണ്.
ചുവടെ തന്നിരിക്കുന്നവയിൽ പൂരകവർണ്ണങ്ങൾക്ക് ഉദാഹരണമല്ലാത്തത് ഏത്? പൂരകവർണ്ണങ്ങൾക്ക് ഉദാഹരണമല്ലാത്തത് ഓപ്ഷൻ ബി ആണ് ചുവപ്പും മജന്തയും. ചുവപ്പും മജന്തയും. ചുവടെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്നത് ടൈറ്റാനിയമാണ്. നെക്സ്റ്റ്, ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിന്റെ 1/6 ഭാഗമാണ് ചന്ദ്രനുള്ളത്. ചന്ദ്രനിലെ ഏറ്റവും വലിയ ഗർത്തമാണ് ബെയ്ലി ഗർത്തം. ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന മൂലകമാണ് സിലിക്കൺ. ഇപ്പൊ തന്നിരിക്കുന്നതിൽ ഏതൊക്കെ ഓപ്ഷൻസ് ആണ് റൈറ്റ് ആൻസർ? ഓപ്ഷൻ ഡി ആണ്. 1, 2, 3, 4 എന്നിവ ശരിയാണ്. ശബ്ദത്തിന്റെ ഏത് സവിശേഷതയാണ് സ്റ്റെതസ്കോപ്പിന്റെ ഉപയോഗത്തിന് സഹായമാകുന്നത്? സ്റ്റെതസ്കോപ്പിന്റെ ഉപയോഗത്തിന് സഹായമാകുന്ന ശബ്ദത്തിന്റെ സവിശേഷത ഏതാണ്? ഓപ്ഷൻ ബി ആണ് റിഫ്ലക്ഷൻ അഥവാ പ്രതിഫലനമാണ്. കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാനിന്റെ ദളങ്ങളുടെ ചലനം ഏത് തരം ചലനത്തിന് ഉദാഹരണമാണ്? ഏത് തരം ചലനത്തിന് ഉദാഹരണമാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. പരിക്രമണ ചലനം അഥവാ റെവല്യൂഷന് ഉദാഹരണമാണ്. ഇന്ത്യൻ ആണവശാസ്ത്രത്തിന്റെ പിതാവ് ആര്? ഇന്ത്യൻ ആണവശാസ്ത്രത്തിന്റെ പിതാവ് ആര്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഹോമി ജെ ഭാഭയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2020 ജൂൺ 18 മാസ്ക് ദിനമായി ആചരിച്ച സംസ്ഥാനം ഏത്? ഓപ്ഷൻ ബി കർണാടകയാണ്. IPLന്റെ എത്രാമത്തെ സീസണാണ് 2020 നടന്നത്? IPLന്റെ എത്രാമത്തെ സീസണാണ് 2020 നടന്നത്? 13ാമത്തെ സീസണാണ്. 48ാമത് ലോക ഓപ്പൺ ചെസ് ടൂർണമെന്റ് നേടിയത് ആര്? ലോക ഓപ്പൺ ചെസ് ടൂർണമെന്റ് നേടിയത് ആര്? ഓപ്ഷൻ സി പി ഇനിയനാണ്. അനിയനല്ല, പി ഇനിയനാണ് 48ാമത് ലോക ഓപ്പൺ ചെസ് ടൂർണമെന്റ് നേടിയത്. 2022 ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്ന നഗരം? 2022 ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്നത് ഓപ്ഷൻ എ ഹാങ്ഷു ആണ്. ഹാങ്ഷു. സുപ്രീം കോടതിയിലെ വാദം വീഡിയോ കോൺഫറൻസിംഗ് വഴി നടത്താനായി തയ്യാറാക്കിയ ആപ്ലിക്കേഷൻ ഏതാണ്? സുപ്രീം കോടതിയിലെ വാദം വീഡിയോ കോൺഫറൻസിംഗ് വഴി നടത്താനായി തയ്യാറാക്കിയ ആപ്ലിക്കേഷൻ ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ്. വിദ്യോ ആണ്. വിദ്യോ. കേരളത്തിൽ നിലവിൽ വന്ന ആദ്യത്തെ വിദൂര വിദ്യാഭ്യാസ സർവകലാശാലയായ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലറായി നിയമിതനായത് ആര്? ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. ഡോക്ടർ PM മുബാറക് പാഷയാണ്. ഡോക്ടർ PM മുബാറക് പാഷ. 2020 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ഏതാണ്? ബ്രിക്സ് ഉച്ചകോടിയുടെ 2020 വേദി ആൻസർ ഓപ്ഷൻ ബി ആണ്. റഷ്യയാണ്. പോൾ ആർ മിൽഗ്രോം, റോബർട്ട് ബി വിൽസൺ എന്നിവർക്ക് 2020 നോബൽ സമ്മാനം ലഭിച്ചത് ഏത് വിഷയത്തിലാണ്? പോൾ ആർ മിൽഗ്രോമിനും റോബർട്ട് ബി വിൽസണും ഏതിനാണ് കിട്ടിയത്? ആൻസർ ഓപ്ഷൻ സി ആണ്. സാമ്പത്തിക ശാസ്ത്രത്തിനാണ്. 2020 നോബൽ സമാധാന സമ്മാനം ലഭിച്ചത് ആർക്ക്? ആർക്കാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. വേൾഡ് ഫുഡ് പ്രോഗ്രാമിനാണ്. ചുവടെ പറയുന്നവയിൽ ഏത് ബാങ്കിന്റെ ചെയർമാനായാണ് ദിനേശ് കുമാർ ഖാര നിയമിതനായത്? ദിനേശ് കുമാർ ഖാര ഏത് ബാങ്കിന്റെ ചെയർമാനാണ്? ഏത് ബാങ്കിന്റെ? ഓപ്ഷൻ ബി SBIയുടെയാണ് ദിനേശ് കുമാർ ഖാര ചെയർമാനായി നിയമിതനായത്. അപ്പൊ ഈ 50 ക്വസ്റ്റ്യൻസിന് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ ഇതുപോലുള്ള ക്ലാസ്സുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാനും മറക്കണ്ട. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു.